പ്രകൃതിദത്ത കൃഷിയിൽ ആഗോള ഹബ്ബാകാനുള്ള യാത്രയിലാണ് ഭാരതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോയമ്പത്തൂരിൽ നടന്ന സൗത്ത് ഇന്ത്യ നാച്ചുറൽ ഫാമിംഗ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ചടങ്ങിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാം ഗഡുവിന്റെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ജൈവ കൃഷിക്കും പ്രകൃതിദത്ത കൃഷിക്കും പ്രാധാന്യം നൽകിയാണ് സമ്മിറ്റ് സംഘടിപ്പിച്ചത്. കർഷക സംഘങ്ങളുടെ പ്രതിനിധികളടക്കം സമ്മിറ്റിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയെ ഷാളണിയിച്ചാണ് വേദിയിൽ ആദരിച്ചത്. 21ാം നൂറ്റാണ്ടിലെ കൃഷിരീതിയാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രകൃതിദത്ത കൃഷിയിൽ ഭാരതത്തിന് സ്വന്തം പൈതൃകമാണുള്ളതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. साथियों, हमारी सरकार भारत के किसानों को नेचुरल फार्मिंग के लिए भी बहुत प्रोत्साहन दे रही है. एक वर्ष पहले केंद्र सरकार ने नेशनल मिशन ऑन नेचुरल फार्मिंग की शुरुआत की थी. इससे लाखों किसान जुड़ चुके हैं. नेचुरल फार्मिंग भारत का अपना स्वदेशी विचार है. ये हमने कहीं से इंपोर्ट नहीं किया है. हमारे पूर्वजों ने तपस्या करके इसको तैयार किया है. विकसित भारत के लिए एक फ्यूचरिस्टिक एग्रीकल्चर इकोसिस्टम बनाने के लिए हम सभी को एक साथ मिलकर काम करना होगा. PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാം ഗഡു വിതരണത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നടത്തി. 9 കോടി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 18,000 കോടിയിലധികം രൂപയാണ് വരും ദിവസങ്ങളിൽ കൈമാറുക. വൻ വരവേൽപ്പാണ് തമിഴകം പ്രധാനമന്ത്രിക്ക് നൽകിയത്. റോഡ് ഷോയിലടക്കം വലിയ പങ്കാളിത്തവും ആവേശവും ദൃശ്യമായിരുന്നു. രാജ്യത്തിന്റെ നട്ടെല്ലായ കർഷകർ റാലിയിൽ ഷാൾ വീശി അഭിസംബോധന ചെയ്യുമ്പോൾ ബീഹാറിലെ കാറ്റ് തമിഴ്നാട്ടിലും അനുഭവപ്പെടുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. जब मैं यहाँ मंच पे आया तो मैं देख रहा था काफी किसान भाई बहन वो अपना गमछा घुमा रहे थे. तो मुझे लग रहा था बिहार की हवा मेरे आने से पहले पहुंच गई है. വിവിധതരം പ്രകൃതിദത്ത കൃഷിരീതികളും ഉൽപ്പന്നങ്ങളും നൂതനാശയങ്ങളും സ്റ്റാളുകളിൽ പ്രദർശിപ്പിച്ച കർഷകരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. ന്യൂസ് ഡെസ്ക് ജനം.